ആ, ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു അഡ്വൈസ് ആയിട്ട് കൂട്ടാം. നിങ്ങളെ അഡ്വൈസ് ചെയ്യാനല്ല. ഈ വീഡിയോ കാണുന്ന എത്ര പേര് എന്നെക്കാളും എത്രയോ ഏജിന് മൂത്തുള്ള ആൾക്കാരായിരിക്കും, എത്രയോ ഏജ് എന്നെക്കാളും മുന്നേ ജനിച്ച ആൾക്കാരായിരിക്കാം. എന്നെക്കാളും നല്ല അറിവുള്ള ആൾക്കാരുണ്ടാവും, എന്നെക്കാളും നല്ല പഠിപ്പുള്ള ആൾക്കാർ കാണും, എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കാണും. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ എനിക്കിത് കുറച്ച് നാളുടെ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തോന്നിയ ഒരു തോട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ക്യാമറയും കൂടെ സെറ്റ് ചെയ്യാതെ ജസ്റ്റ് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു തോട്ട് പെട്ടെന്ന് തന്നെ പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇപ്പോൾ ഈ ചാനൽ കാണുന്ന 99% ആൾക്കാരും ട്രേഡേഴ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കും നിങ്ങളുടെ ലൈഫ് ലോങ് റണ്ണിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ. ബട്ട് ഇനിഷ്യലി അതൊരു പ്രോസസ്സാണ്. അതെല്ലാം ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് യു വിൽ ബി എ പൊസിഷൻ. ഓക്കെ, അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ മണിയെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണം, നിങ്ങളുടെ ക്യാഷിനെ. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിസ്ക് റിവാർഡിനെ പറ്റിയല്ല, നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് ഓഫ് ട്രേഡിങ് അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ കൈ വരുന്ന സോഴ്സ് ഓഫ് ഇൻകം, ഇറ്റ് കുഡ് ബി എന്ത് എമൗണ്ട് ആണെങ്കിലും നിങ്ങളതിനെ യൂസ് ചെയ്യാൻ പഠിക്കണം. ലൈഫിൽ നിങ്ങൾ ഏറ്റവും പഠിക്കേണ്ട ഒരു സംഭവം, ഒരു 100 രൂപ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കിതാരും പറഞ്ഞു തന്നെയല്ല, ലിറ്ററലി നോ വൺ, ആരും പറഞ്ഞു തന്നെയല്ല. എനിക്കുണ്ടായേക്കുന്ന മിസ്റ്റേക്കുകളിൽ നിന്നും അല്ലേ ഞാൻ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും, എനിക്ക് ഉറപ്പാണ്, ലിറ്ററലി ഉറപ്പാണ്. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് പറയുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം, നമ്മൾ ട്രേഡിങ് ഒക്കെ ചെയ്ത് വിഡ്രോവലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പൈസ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ മേടിച്ച് നിങ്ങളുടെ പൈസ കളയരുത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾക്കത് റിയലി വേണം, നിങ്ങൾക്ക് ആ ഒരു സാധനം മേടിക്കാൻ നിങ്ങൾക്കത് ആവശ്യമുണ്ട്, നിങ്ങളുടെ നീഡിനെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ചെയ്യണം. ബട്ട് സ്റ്റിൽ അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. ഇപ്പം നിങ്ങളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കത് റിയലി വേണം, അതോ നിങ്ങളുടെ കയ്യിൽ അതുണ്ട് എന്ന് മറ്റുള്ളവർ അറിയണം. ഈ 2 സംഭവങ്ങൾ, ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴായാലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ആൻസർ കിട്ടും. നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബൈക്ക് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റ് പേ ഔട്ട് നിങ്ങൾക്കൊരു ബൈക്ക് മേടിക്കാൻ തോന്നുവാണെങ്കിൽ, വാട്ട് യു ഡു? യു വിൽ ബൈ എ ബൈക്ക്. ബട്ട് നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ മേടിക്കണം, ഒബ്വിയസ്ലി, അതിനല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കതൊരു ആഡംബരമാണോ, അത്യാവശ്യമാണോ, അതൊരു ആഡംബരമാണോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ വേണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്കിത് വേണോ അതോ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ട് എന്ന് മറ്റുള്ളവർ അറിയണോ, കാണിക്കണോ? ഇതിനെ ഒരു ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ ഷോ ഓഫ്. ഓക്കെ, ഞാൻ എൻ്റെ കഥ പറയാം, എൻ്റെ സ്റ്റോറി പറയാം. ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ കുറേ ഫണ്ട് വന്ന സമയത്ത്, ട്രേഡിങ്ങിനൊക്കെ ഫണ്ട് വന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കണ്ണും പൂട്ടി കൂടി നടക്കുമായിരുന്നു എന്ത് മേടിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ കസിൻസിനും എന്നെ അടുത്തറിയാവുന്ന ഫ്രണ്ട്സില്ല എനിക്ക്, ലിറ്ററലി എന്നെ അടുത്തറിയാവുന്ന കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ ആ സമയത്തുള്ള സംഭവം. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് കുറേയും കൂടെ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ. എന്താണെങ്കിലും ഇതൊരു 100 രൂപ നിങ്ങൾ കൊടുത്ത് എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ പോലും, ഞാൻ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഐഫോൺ മേടിക്കുന്നത്. ഞാൻ ആ സമയത്തൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ആലോചിച്ച്, എന്തിനാണ് എനിക്ക് നല്ല രീതിയിൽ യൂസ് ആവുന്ന, നല്ല എല്ലാ ഫങ്ഷൻസും വർക്കാവുന്ന ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇരിപ്പിന് പോയിട്ട് ഒരു ഫോൺ മേടിച്ച്. അന്നൊക്കെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ ഓപ്പണായിട്ട് പറയാം. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ദുബായിൽ വർക്ക് ചെയ്ത സമയത്തൊക്കെ ലിറ്ററലി എനിക്കൊരു ഒരു ദർഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മനുഷ്യനെടുത്ത് ചോദിച്ച ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു നേപ്പാളിലുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒറ്റ മലയാളികളില്ല, എന്തിനു പറയുന്നു, ഇന്ത്യക്കാർ പോലും ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരാളുടെ അടുത്ത് പോയി. അപ്പം ഞാൻ ആ സമയത്ത് അത് ചിന്തിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് എനിക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലായിരുന്നു. എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ആ സമയത്തില്ല. എൻ്റെ കയ്യിൽ ക്യാഷ് വന്നു, ഞാനത് എങ്ങനെയും ചിലവാക്കുന്നു.
ഫ്യൂച്ചറിൽ അത് ആ മണി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ മേടിക്കുന്ന സാധനത്തിന് എനിക്ക് എന്താണ് ഈ യൂസ് ഉള്ളത്. ആസ് എ ട്രേഡർ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പറ്റുമോ, അല്ലെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ, അല്ലെ ഞാൻ അത്ര വലിയ യൂട്യൂബറൊന്നും അല്ല, വീഡിയോ ഞാനിങ്ങനെ ഓടി നടന്ന് വ്ളോഗ് ചെയ്യുന്ന ആളോ അല്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അത് അന്ന് എനിക്കൊരു വേസ്റ്റ് ഓഫ് മണി ആയിരുന്നു. ഞാൻ ഇപ്പോഴേ ഓപ്പണായിട്ട് പറയുന്നത്. പിന്നെ എനിക്കിപ്പം ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാറ് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഞാൻ ആ ഫോൺ പിന്നെ വേറെ ആൾക്ക് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ. സോ അതിൻ്റെ ഒരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേപോലെ നിങ്ങൾ എന്ത് ബൈ ചെയ്താലും ചിന്തിക്കുക, നിങ്ങൾക്കത് റിയലി വേണോ, അതോ നിങ്ങളുടെ കയ്യിൽ അതുണ്ട് എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ നിങ്ങളുടെ ഒരു സാധനം മേടിക്കുന്നതിന് മുന്നോട്ട് നിർത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എന്നെ ഇമോഷണലി ഏറ്റവും കൂടുതൽ തളർത്തിയൊരു സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ സംഹൗ ആൾക്കാരത് അറിഞ്ഞു തുടങ്ങും. നിങ്ങളുടെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് കടം ചോദിച്ചിട്ടായിരിക്കും ആൾക്കാർ. നല്ല രീതിയിൽ ആൾക്കാർ കടം ചോദിക്കും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങളോട് പൈസ കടം ചോദിക്കാനുള്ള ആൾക്കാർ വരും. നമുക്ക് അത്ര ക്ലോസ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി വിടാം. ഓക്കെ, നമുക്ക് പറയാം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു വിടാം. പക്ഷേ നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലോസ് ആക്കി വെച്ചേക്കുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കും. ഒബ്വിയസ്ലി അവരെത്ര എമൗണ്ട് ചോദിച്ചാലും നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാമത്തെ കാര്യം, കയ്യിൽ എമൗണ്ട് ഉണ്ട്. ഞാൻ ഉള്ളപ്പോഴത്തുള്ള കാര്യം പറയാം, കയ്യിൽ എമൗണ്ട് ഉണ്ട്. നമ്മളപ്പോൾ ചിന്തിക്കും, ഓക്കെ എൻ്റെ കയ്യിൽ എമൗണ്ട് ഉണ്ട്, എനിക്ക് ഇപ്പം വലിയ ആവശ്യമൊന്നുമില്ല എമൗണ്ട് വെച്ചിട്ട്. അതൊരാൾക്ക് ഹെൽപ്പ് ആവുമെങ്കിൽ നമുക്കത് കടം കൊടുത്താൽ എന്താന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളൊരു ടൈം പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരു കടം കൊടുക്കുന്നത്. അവർ തിരിച്ചു തരുന്ന ആ ഒരു ടൈം എത്തുമ്പോൾ അവർ തന്നില്ല എങ്കിൽ നമ്മൾ ചോദിക്കും. ഒബ്വിയസ്ലി ആ ചോദ്യം പലരെയും പല ബന്ധങ്ങളും തകർക്കും. അത് പലരെയും പല രീതിയിൽ ഹേർട്ട് ചെയ്യും, പല ബന്ധങ്ങളും തകരും. സത്യം ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. ചില കേസിലൊക്കെ കടം കൊടുത്ത് മുടിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ലിറ്ററലി. ബിക്കോസ് ഞാൻ കുറച്ചുകൂടെ ഒരു എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സെക്യൂർ ഫീൽ ചെയ്യാൻ എപ്പോഴും നിൽക്കാൻ നോക്കും. അതായത് എൻ്റെ സേഫ് സൈഡെല്ലാം കഴിഞ്ഞിട്ടാണോ ബാക്കി ഞാൻ ചെയ്യുന്നത് നോക്കും. ഓക്കെ, അങ്ങനെ നോക്കാത്ത ഒരു അവസരത്തിലും ഞാൻ കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം എത്തുമ്പോൾ ഞാൻ ആ മണി തിരിച്ചു ചോദിക്കുമ്പോൾ നിൻ്റെ ഒരു ഇത്രയും പൈസ ഇല്ലടോ, നിനക്കിപ്പോൾ എൻ്റെ പൈസ കിട്ടിയിട്ട് വേണം നിൻ്റെ കാര്യങ്ങൾ നടത്താൻ എന്നൊക്കെ ഓരോ ചോദ്യങ്ങൾ വരും. അപ്പം ലിറ്ററലി എനിക്ക് ക്യാഷ് അത്ര ആവശ്യമുള്ള സമയത്തായിരിക്കും നമ്മൾ റിട്ടേൺ ചോദിക്കുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഇറക്കേണ്ട അവസരം വരെ ഉണ്ടാകും. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെങ്കിലും പറ്റുന്ന അത്രയും കടം കൊടുക്കാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഒന്ന് ചോദിച്ചില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ മിണ്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് മുഖം ഒന്ന് ജസ്റ്റ് ഇതൊക്കെ കാണിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങളുടെ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ എന്നേക്കുമായിട്ട് ആ ഒരു ബന്ധം ഇല്ലാതാവേണ്ടി വരും. സോ കടം കൊടുക്കണ്ടെന്നോ ആരെയും സഹായിക്കണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു സംഭവമാണ്. പിന്നെ മണി മാനേജ് ചെയ്യാൻ പഠിക്കുക. മാനേജ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു 1000 രൂപ കിട്ടിയ 10,000 രൂപ കിട്ടിയാൽ 1000 രൂപ കിട്ടിയാൽ ഈ 1000 രൂപയെ ട്രാക്ക് ചെയ്യുക. ഏത് വഴിയൊക്കെയാണ് എൻ്റെ പൈസ പോകുന്നത്. നിങ്ങളുടെ എക്സ്പെൻസ്, ഒരു മന്തിലുള്ള നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാകണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ മന്ത്ലി സാലറിയിൽ നിന്ന് ആ ഒരു 10,000 രൂപയിൽ നിന്ന് എത്ര രൂപയാണ് അയാൾ എക്സ്പെൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നമ്മളിപ്പോൾ ട്രേഡിങ് കേസിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ട്രേഡ് ചെയ്ത് വിഡ്രോൾ എടുക്കുന്നു. നിങ്ങൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? അതൊരു സാലറിയാണ്. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ സാലറീഡ് അല്ല, എന്നാലും ബട്ട് സ്റ്റിൽ നമ്മുടെ എഫേർട്ടിൻ്റെ ക്യാഷാണ് അത്. ആ എമൗണ്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ ട്രാക്ക് ചെയ്യണം, എങ്ങനെയാണ് ആ മണി യൂസ് ആവുന്നത് എന്നുള്ളത്. ഐ മീൻ ലിറ്ററലി ആ മണി വേറെ ഏതെങ്കിലും രീതിയിൽ പോകുന്നത് നമുക്കറിയത്തില്ല അണ്ടിൽ യു ജേണൽ യുവർ എക്സ്പെൻസ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എക്സ്പെൻസ് എത്ര ആണ്, എങ്ങനെയാണ് പോകുന്നതെന്നുള്ളൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ വെൽത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം കിട്ടിയ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു 10,000 കൊണ്ട് ഒരു മാസം ജീവിക്കാം, 1 ലക്ഷം കൊണ്ടും ഒരു മാസം ജീവിക്കാം, 1000 രൂപ തന്നാലും ഒരു മാസം ജീവിക്കാം. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് യു ആർ ദി വൺ ഹൂ സ്പെൻഡിങ്. സോ മനസ്സിലാക്കുക, നിങ്ങളുടെ നീഡ്സ് എന്താണ്, നിങ്ങളുടെ വാണ്ട് എന്താണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അത്യാവശ്യങ്ങളും മനസ്സിലാക്കുക.
അത്യാവശ്യങ്ങൾ നിറവേറ്റിയിട്ട് ആവശ്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, ആവശ്യങ്ങളെ നിങ്ങളിട്ട് ചിന്തിക്കുക, അത് റിയലി ആവശ്യമുള്ളതാണോ എന്നുള്ളത്. ആണെ കാറ്റഗറൈസ് ചെയ്ത് അത്യാവശ്യത്തിലേക്ക് മാറ്റുക, അല്ലാത്ത എല്ലാം ഡസ്റ്റ്ബിന്നിൽ ഇടുക. ഇനിയും ആസ് എ ട്രേഡർ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മണി മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗിനേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അതെടുത്തിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാതിരിക്കാം. ഒബ്വിയസ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ പേ ഔട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് യൂസ് ചെയ്യുക, നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, സ്ഥലങ്ങൾ കാണാൻ പോവുക, ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്. അതിനെപ്പറ്റി ഞാനൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഷർട്ട്, ചിലർക്കൊക്കെ ഉണ്ട് ഒരു നല്ല ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് കണ്ണും പൂട്ടി പൈസ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കളയരുത് എന്നുള്ളതാണ്. പിന്നെ അൺവാണ്ടഡ് രീതിയിലൊന്നും ക്യാഷ് കളയാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഏതെന്ത് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ഐ മീൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ അതിലൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. സോ അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ തലയിടാനോ നിങ്ങൾ ആ ഒരു സംഭവത്തെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്തിട്ട് ആസ് എ ട്രേഡർ നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെൽത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളാണ് നിങ്ങളുടെ മണി മേക്കിംഗ്. ഐ മീൻ നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ അസറ്റ് നിങ്ങളാണ്. ഈ എല്ലാ ജോബിനും അതാണെങ്കിൽ പോലും ട്രേഡിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ മൈൻഡ് എന്തും വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. സോ അവിടെ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ചിന്തിക്കാനും കൂടി പോകാതിരിക്കുക. ഫർദർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയാലും നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അതിനകത്ത് സെർട്ടൺ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിനെ, നിങ്ങളുടെ ട്രേഡിങ് അക്കൗണ്ടിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. പുതിയ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം, ചലഞ്ചസ് എടുക്കാം, പർച്ചേസ് ചെയ്ത് പാസ്സാക്കാം. നല്ല ഞാൻ ഒരു ബ്രോക്കറിനെ പറ്റി പറയുന്നില്ല, ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഇട്ടിട്ട് ട്രേഡ് ചെയ്യാം. മോർ ഓവർ യു ക്യാൻ ഇൻവെസ്റ്റ് യുവർ മണി ടു എനി സ്റ്റോക്ക്. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സേഫ് എമൗണ്ടാണ്. ഇപ്പോൾ ഭയങ്കര മണിയെ പറ്റി കൺസേൺ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരു സർട്ടൻ എമൗണ്ട് ഇതേപോലുള്ള പോസ്റ്റ് ഓഫീസ്, ഇൻഷുറൻസ് പോളിസീസ് അതിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ബിഫോർ ദാറ്റ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തുറന്നെടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര സേഫാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പം അങ്ങനെ അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഒരു സർട്ടൻ പീരീഡിലേക്ക് നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്കിപ്പോൾ ചെറിയ എമൗണ്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുന്നത് മനസ്സിലാകും. ഓക്കെ, എന്ന് ഞാൻ ഇത്ര എമൗണ്ട് വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടി, അപ്പോൾ ഞാൻ അന്ന് അത്രയും ചിലവാക്കിയ എമൗണ്ടിൽ ഒരു കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിലോ എന്നുള്ള തോട്ട് വരും. സത്യം പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് 10 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കരുത്. ഐ മീൻ ഞാൻ പറയുന്ന ഒരു വർഷം 2 വർഷം മാക്സിമം 3 വർഷത്തേക്കുള്ള ഏതെങ്കിലും പ്ലാൻ ചൂസ് ചെയ്ത് അതിലേക്ക് ചെറിയ എമൗണ്ട് 1000 രൂപ 500 രൂപ മതി, അല്ലേ പോട്ടെ. SIPയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഇത്ര ഇയർ ഉള്ള സംഭവമൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിട്ടേൺ നോക്കുക, കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം നോക്കുക. അതിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ മണി മെച്യൂറായിട്ട് വിഡ്രോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ വാട്ട് യു ആർ ഡൂയിങ്, എങ്ങനെയാണ് മണി വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ പൈസ ഉണ്ടാക്കുന്നതിലൊരു കാര്യമില്ല. ഐ മീൻ എത്ര രൂപ ഉണ്ടാക്കിയാലും, ഈവൻ നിങ്ങൾ 1 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം രൂപ, ഒരു 15 ലക്ഷം 25 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും യൂസ് ചെയ്യുന്നതിലാണ് കാര്യം. ഒബ്വിയസ്ലി യൂസ് ചെയ്യുന്നതിലാണ് കാര്യം. അല്ലാതെ മണി മാത്രമല്ല ഒരാൾ റിച്ച് ആക്കുന്നത്, അയാളുടെ മൈൻഡ് സെറ്റാണ്, എങ്ങനെ ആ മണിയെ യൂസ് ചെയ്യുന്നു, അല്ലെ ആ മണിയോടുള്ള അയാളുടെ ആ ഒരു എന്താണ് മൈൻഡ് സെറ്റ് ആണ് അയാളെ റിച്ച് ആക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നെങ്കിൽ ഞാൻ തുടക്കത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്പ് ആവുന്നേ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്പ് ആയില്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ എൻ്റെ മോനെ ഞാനെടുത്ത് കാണിച്ചാലോ. അന്ന് എനിക്ക് തോന്നിയ റിയലൈസേഷനാണ് ഈ സമയത്ത് നീ ഇത് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് കാണിക്കാമല്ലോ. സോ അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഫർദർ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കുറേ ഇമോഷണൽ രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫിൽ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. പറയാനാണ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ലൈഫ് ഈസ് ഡിഫറെൻറ്റ് മാൻ, ലൈഫ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അറിയാം നമ്മൾ വന്ന വഴിയും നമ്മുടെ കൂടെയുള്ള ആൾക്കാരും. ഐ മീൻ ലിറ്ററലി ഇറ്റ്സ് ഡിഫറെൻറ്റ്.
ലിറ്ററലി നമുക്ക് നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് ഓപ്പണായിട്ട് പറയാം. നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും നിങ്ങൾ എത്ര മണിയുള്ള മനുഷ്യനാണെങ്കിലും യു ആർ ജസ്റ്റ് എ മാൻ, യു ആർ ജസ്റ്റ് എ ഹ്യൂമൻ ബീങ്. ഹൗ ബണ്ടിൽ ഓഫ് ഇമോഷൻസ്. ജസ്റ്റ് ഇമാജിൻ. ട്രാവൽ ചെയ്യണം നിങ്ങൾ പുതിയ പുതിയ മെമ്മറീസ് ഉണ്ടാക്കണം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ ബ്രോ. യാ, ഫൈൻഡ് ഔട്ട് യു. യാ, നിങ്ങളുടെ ഇൻസൈഡിലെ യു എന്നുള്ളൊരു സംഭവം, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവിടെയാണ് നിങ്ങൾ. അല്ലാതെ വേറെ നിങ്ങൾ ആരാവാനും ശ്രമിക്കരുത്. ഒരിക്കലും നിങ്ങൾ ആരും ആവാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണത്. നിങ്ങൾ ആരും ആവാൻ ശ്രമിക്കരുത്. ആരും ആവാൻ ശ്രമിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും മോക്കേണ്ട. നിങ്ങളെന്താ, അതാ വേ യു ആർ ഈസ് യു, അത് മനസ്സിലാക്കുക. അവിടെയാണ് ഹാപ്പിനെസ്. യു ഡോണ്ട് നീഡ് എനി വൺ. ഞാൻ ലിറ്ററലി പറയുകയാണ്, ഫ്രണ്ട്സ് എല്ലാം ഓക്കെയാണ്, എല്ലാം അടിപൊളിയാണ് നമ്മളുടെ കാര്യം സംസാരിക്കാനും അവിടെ ഔട്ട് പോകാനും. ബട്ട് സ്റ്റിൽ വേറൊരു സോളോ ലൈഫുണ്ട്. ആരില്ല, ലൈക്ക് ലിറ്ററലി നമുക്ക് ആരില്ല എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ തന്നെ വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. യാ, ദാറ്റ്സ് ഫെയർ. സോ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് പോലും അറിയത്തില്ല. എനിവേ, യാ, തോന്നിയ ഇതെല്ലാം നിങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും ഹെൽപ്പ് ആവുമെന്നുള്ളൊരു ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിവിടെ പറഞ്ഞത്. ഇനി